ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. കാർത്തികയോട് പ്രകാശൻ പറയുന്നുണ്ട്, ജയിൽ പുള്ളി എന്ന് വിളിച്ച് എല്ലാവരുടെയും മുന്നിൽ എൻ്റെ മോനെ അവർ തലതാഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയിലാക്കി. ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, ഇനി ആ അവസ്ഥയൊക്കെ മാറുവച്ചാ, ഇനി നാളെ തലയെടുപ്പോടു കൂടി ആയിരിക്കും വിക്രം എല്ലാവരുടെയും മുന്നിലേക്ക് പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കാർത്തിക നേരെ നോക്കുന്നത് ടി വിയിലേക്കാണ്. കല്യാണിയാണെങ്കിൽ പേടിയോടുകൂടി പ്രാർത്ഥിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ സമ്മാനം പ്രഖ്യാപിക്കുകയാണ്. 3rd പ്രൈസാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 3ും 2ും ഓരോരുത്തർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞു. മൂന്നാമതായിട്ട് പറയുന്നത് ഫസ്റ്റ് വിന്നറിനെയാണ്. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ അക്ഷമയോടുകൂടി ഇരിക്കുകയാണ്. കല്യാണിയുടെ വീട്ടുകാരാണെങ്കിൽ എല്ലാവരും, കിരണടക്കം എല്ലാവരും ടെൻഷനോടുകൂടിയും, കല്യാണിയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം 2ും 3ും കഴിഞ്ഞല്ലോ, ഇനി ഫസ്റ്റ് പ്രൈസ് മാത്രമാണ് ബാക്കിയുള്ളത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വന്നതിന് ഒരു കാര്യമില്ല. വീട്ടുകാരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നൊക്കെ കല്യാണിക്കറിയാം. ആ ഒരു ടെൻഷൻ അവളുടെ മുഖത്ത് നല്ലോണം ഉണ്ട്. അതുപോലെയാണ് കിരണും അമ്മയും ഒക്കെ, അവളുടെ അമ്മയൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്. അതേസമയം കിട്ടരുതേന്ന് ആഗ്രഹിച്ചിട്ടാണ് മറ്റൊരു വിഭാഗം ഇരിക്കുന്നത്. പ്രകാശനും അമ്മയും അതുപോലെ തന്നെയാണെങ്കിൽ സരയും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ ഇരിക്കുന്നത്. പക്ഷേ അവസാന നിമിഷം ഫസ്റ്റ് പ്രൈസിന് വിളിച്ചത് കല്യാണിയുടെ പേര് തന്നെയാണ്. ആ സമയത്ത് കിരണിനാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായി. കല്യാണിക്കാണെങ്കിലും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ അവളെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. കല്യാണിക്ക് സമ്മാനം കിട്ടിയതുകൊണ്ട് തന്നെ ദീപയാണെങ്കിലും കിരണാണെങ്കിലും ഒക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് ദൈവത്തോട് നന്ദി പറയാണ്. ആ സമയത്ത് കാർത്തിക് അവളുടെ വീട്ടിൽ ടി വി ഓഫാക്കുന്നുണ്ട്. അവൾ മുഖമൊക്കെ ഇവർ കാണാൻ വേണ്ടിയിട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്തായി? അപ്പം ദേഷ്യത്തോടെ എന്ന പോലെ തന്നെയാണ് കാർത്തിക പറയുന്നത്, കല്യാണിക്ക് തന്നെയാണ് 1ാം സമ്മാനം. അത് കേട്ടത് വിക്രത്തിൻ്റെ മുഖം ആകെ നിരാശയായി. സങ്കടത്തോടു കൂടി അമ്മൂമ്മയും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലയോ മോനെ, അവളെ ദുർമന്ത്രവാദിനിയാ, എവിടെ പോയാലും അവളെ ജയിക്കത്തുള്ളൂ. അത് കേട്ടതും കാർത്തിക വിചാരിക്കുന്നുണ്ട്, അല്ലാതെ അവളുടെ കഴിവ് കൊണ്ടല്ല. നിന്റെ ഒന്നും പ്രാർത്ഥന ഫലിക്കില്ല, കാരണം നീയൊക്കെ പിശാചിൻ്റെ ജന്മങ്ങളാ. ആ സമയത്ത് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പ്രകാശനം പറയുന്നുണ്ട്, അവൾ തോറ്റു തുന്നം പാടിയിരുന്നെങ്കിൽ ഇവിടെ പാൽപ്പായസം വെച്ച് ആഘോഷിക്കാമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. ഇപ്പം അതും പോയി. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, എനിക്ക് ഇന്നത്തെ ദിവസം ഒരു കറുത്ത വാവാ, ഒരിക്കലും ജയിക്കില്ല എന്ന് വിചാരിച്ചവളാ ജയിച്ച് കയറിയത്. അത് കേട്ടപ്പം വിഷമത്തോടെ അമ്മൂമ്മയും പറയുന്നുണ്ട്, സാധാരണ എല്ലാവർക്കും ഒരു ശുക്രനേ ഉള്ളൂ, പക്ഷേ ഇവക്ക് 2 ശുക്രനാ. അതുകൊണ്ട് ഇവൾ എല്ലായിടത്തും ഇങ്ങനെ വിജയിച്ച് കയറി വരുന്നത്. അല്ലാതെ അവളുടെ മിടുക്ക് കൊണ്ടൊന്നുമല്ല. അവളുടെ കഴിഞ്ഞ ജന്മം നന്മയുള്ള ഒരുത്തിയുടേതായിരുന്നു. ആ നന്മയും കൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ല, ചില ദുഷ്ടന്മാരെ പന പോലെ വളർത്തൂന്നാണല്ലോ. സാരയില്ല, കുറച്ചുകൂടെ ഉയർന്നു കഴിഞ്ഞാൽ മണ്ട ഒടിഞ്ഞിങ്ങ് വീണോളും, എങ്കിലല്ലേ പറ്റത്തുള്ളൂ. അമ്മൂമ്മ സ്വയം സമാധാനിക്കുകയാണ്. അപ്പോൾ കാർത്തിക വിചാരിക്കുന്നുണ്ട്, എന്തൊരു ദുഷ്ടക്കൂട്ടങ്ങളാണ് ഇവരൊക്കെയെന്ന്. അതേസമയം കിരണിൻ്റെ വീട്ടിലാണെങ്കിൽ ആമിനെ എല്ലാവർക്കും പായസം കൊണ്ടു കൊടുക്കുകയാണ് സന്തോഷത്തിൽ. എല്ലാവരും സന്തോഷത്തോടെ പായസം കുടിക്കുമ്പോൾ ആൽബി പറയുന്നുണ്ട്, ഇത്തവണത്തെ ഓണം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരോണാ. നമ്മുടെ മാരേജിന് ശേഷം ആദ്യം നടന്ന ഈ ഓണം ഇങ്ങനെ ഓർത്തു വെക്കണം സോണി, അവൻ സോണിയോട് പറയാണ്. ആ സമയത്ത് ചന്ദ്രസേനനും പറയുന്നുണ്ട്, എടാ ഞാൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞ് നിന്റെ പപ്പ എന്നെ വിളിച്ചായിരുന്നു. മരുമോള് പ്രശസ്തയായെന്നൊക്കെയാണ് പറയുന്നത്. അമേരിക്കൻ മലയാളികൾ കല്യാണിയെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതൊക്കെ അവിടെ സംഘടിപ്പിച്ചിരിക്കുക. അതിനുശേഷം ദീപയോട് അയാൾ പറയുന്നുണ്ട്, ദീപേ, നിന്റെ മകളുണ്ടല്ലോ കടൽ കടന്ന് പോവുക, നീ പ്രതീക്ഷിച്ചതിനേക്കാളും മുകളിലേക്ക് പോവുക. അത് കേട്ട് ദീപയും മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ കിരണ് പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനും കൂടെ പോയേനെ. സത്യം പറഞ്ഞാൽ അത് വലിയ നഷ്ടമായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുക. അപ്പോൾ സേനൻ പറയുന്നുണ്ട്, എടാ നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ പോയിക്കോളാൻ വേണ്ടിയിട്ട്. അപ്പോഴവൻ ഓണത്തിൻ്റെ കൊട്ടേഷനൊന്നും കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ കിരണ് സങ്കടത്തോടെ പറയുന്നുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അമ്മേ പോവാഞ്ഞത്. എന്നിട്ടും ആ കൺസ്ട്രക്ഷൻ കമ്പനി പിടിക്കാൻ പറ്റിയില്ല, അതേ ഉള്ളൂ ആകെ ഒരു നിരാശ. രതീഷും പറയുന്നുണ്ട്. അപ്പോൾ കാദംബരി പറയുന്നുണ്ട്, അതേതായാലും ഇതോടെ തീർന്നു കിട്ടിയല്ലോ രതിയേട്ടാ. ഇപ്പം ഏറ്റവും കൂടുതൽ കരയുന്നത് എൻ്റെ അച്ഛനും അമ്മൂമ്മയും അനിയനൊക്കെ ആയിരിക്കും. ഈ രംഗം കടുവ കണ്ടിരുന്നെങ്കിൽ കഴുത്തിൽ കയറിട്ട് മുറുക്കിയേനെ. രതീഷ് കളിയാക്കാണ്. അപ്പം കിരണ് പറയുന്നുണ്ട്, മുറുക്കിയേനെ, പക്ഷേ ഇപ്പോൾ കാർത്തിക എന്നൊരു കച്ചിത്തുരുമ്പ് കിട്ടിയത് കാരണം ഇനി അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ യാമിന് പറയുന്നുണ്ട്, ഇതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് പൂത്തിരിയൊക്കെ കത്തിക്കണ്ടേ? ഓ അതൊക്കെ വേണം, അതൊക്കെ റെഡിയാ, പക്ഷെ അതിനു മുമ്പ് കല്യാണി എന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ. അങ്ങനെ കല്യാണിയെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അവൾ സന്തോഷത്തോടെ പോയിട്ട് അവിടുത്തെ മൊമെൻറ്റോ വാങ്ങിക്കുകയാണ്. അതിനുശേഷം സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, എനിക്ക് ഈ നിമിഷം എന്ത് പറയണമെന്നറിയില്ല. എൻ്റെ ബാല്യത്തിൽ ഞാൻ അനുഭവിച്ച എൻ്റെ നൊമ്പരങ്ങളാ ഞാൻ ക്യാൻവാസിൽ പകർത്തിയത്. യുദ്ധത്തിലും പ്രകൃതി ദുരന്തത്തിലും മാത്രമല്ല, പല പെൺകുട്ടികളും വീട്ടിനകത്തും നാൽക്കാലികളെക്കാളും കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിച്ചറിഞ്ഞ എനിക്ക്, തൊട്ടറിഞ്ഞ എനിക്ക് അല്ല, എൻ്റെ കൈകൾക്ക് ആ ചിത്രങ്ങൾ വരച്ചു കാട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ദീപയുടെയും കിരണിൻ്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണിയുടെ സംസാരം കേൾക്കുമ്പോൾ. അപ്പം നിറഞ്ഞ കണ്ണുകളോടെ കല്യാണി പറയുന്നുണ്ട്, ഞാൻ വരച്ച ആ പെയിൻറ്റുകൾക്ക് കണ്ണീരിൻ്റെ നനവുണ്ട്, കഷ്ടപ്പാടിൻ്റെ ചൂടുണ്ട്.
ഹൃദയം നുറുങ്ങുന്ന കഷ്ടപ്പാടിലൂടെ കടന്നുപോയ ഞാൻ പക്ഷേ വന്ന വഴികൾ മറക്കാറില്ല. 5 വയസ്സുവരെ ഞാൻ അനുഭവിച്ച സങ്കടങ്ങൾ മരണം വരെ മറക്കില്ല. കേട്ടു നിൽക്കുന്ന ഓരോരുത്തരുടെയും കണ്ണ് നനയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് തന്നെയാണ് കല്യാണി സംസാരിക്കുന്നത്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടായിരുന്ന പ്രായത്തിൽ ഓർക്കാൻ പോലും ഇഷ്ടമില്ലാതിരുന്ന ഒരുപാട് സംഭവങ്ങൾ എന്നെ വേട്ടയാടിയിട്ടുണ്ട്. അതൊക്കെ എത്ര ക്യാൻവാസിൽ പകർത്തിയാലും തീരാത്ത അനുഭവങ്ങളാ. അത് കേൾക്കെ തന്നെ എല്ലാവരുടെയും കണ്ണ് നിറയാണ്. എല്ലാ കണ്ണീരിനിടയിലും എന്നെ കൈപിടിച്ചുയർത്തിയവർക്ക് ഞാൻ നന്ദി പറയുക. കല്യാണി മനസ്സ് തട്ടിക്കൊണ്ടാണ് പറയുന്നത്. എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡായ കിരണേട്ടനും. കിരണിൻ്റെയും ദീപയുടെ മുഖത്ത് കണ്ണീരുണ്ടായിരുന്നു. ആ സമയത്ത് കല്യാണി പറയാണ്, എന്നെ സ്നേഹിച്ച നല്ലവരായ എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ കടപ്പെട്ടിരിക്കുന്നു. നന്ദി, 1000 നന്ദി. കല്യാണി അവളുടെ സംസാരം അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് നിറഞ്ഞ സദസ്സിനെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് കിരണിൻ്റെ ആണെങ്കിലും ദീപയുടെ ആണെങ്കിലും ഒക്കെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സരയു ആണെങ്കിൽ ദേഷ്യത്തോടെ രാഹുലിനോട് പറയുന്നുണ്ട്, അവൾക്ക് അവിടെയും സമ്മാനം കിട്ടി. അവളങ്ങ് ഡൽഹിയിൽ പോകുമ്പോൾ അവളെ അവിടെ വെച്ച് തകർത്ത് കളയുമെന്ന് പറഞ്ഞൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അതിനുള്ള കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഷാരി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എന്ത് തുടങ്ങിയെന്ന് ഈ പറയുന്നേ? അത് ആണുങ്ങൾ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ കൊള്ളായിരുന്നു. ഇയാൾ പറയുന്നത് കേട്ടിട്ടൊന്നും മനക്കോട്ട കെട്ടല്ലേ മോളെ, സരയുവിനോട് പറയാണ് ഷാരി. അവൾക്കിപ്പോൾ ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന സമയമാണ്. അവൾ തൊടുന്നതെല്ലാം പൊന്നാവും. ഇയാളുടെ ശുക്രദശയൊക്കെ തീർന്നു. അതുണ്ടായിരുന്ന സമയത്ത് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഇയാൾ പലതും മലമറിച്ചു. അന്ന് കമ്പനി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വേണമെങ്കിൽ കോടികളൊക്കെ ഉണ്ടാക്കായിരുന്നു. അപ്പോൾ അനന്തിരവനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ആൾ 5 പൈസ ഉണ്ടാക്കിയതുമില്ല. കമ്പനി വളർന്നാൽ അത് മോൾക്കും മരുമോനും ഉള്ളതായിരുന്നല്ലോ എന്നായിരുന്നു ചിന്ത. ഇപ്പോൾ ഒന്നുമില്ലാതായിട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുക, ചെവിയിൽ ചെമ്പരത്തി പൂവും വെച്ചുകൊണ്ട്. ഷാരി പരിഹസിക്കുകയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ തിരിച്ചു വന്നാലും അവളെ സ്വീകരണമായിരിക്കും. സരയുടെ സങ്കടം തീരുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിനൊക്കെ അവൾക്ക് 1ാം സ്ഥാനം കിട്ടിയല്ലോ. ഇനിയിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ ഡിമാൻഡായിരിക്കും. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, ഇപ്പം തന്നെ വലിയ ഡിമാൻഡാണല്ലോ. അപ്പോൾ രാഹുൽ പറയാണ്, അവൾ വളർന്ന് പന്തലിച്ചോട്ടെ, പക്ഷേ അവളും കിരണും തമ്മിൽ തെറ്റും. കിരണും കല്യാണിയും തമ്മിലുള്ള സ്നേഹ അവളുടെ എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. രാഹുൽ ആലോചിച്ചിട്ട് പറയാണ്, അതിനൊരു കടിഞ്ഞാണിട്ടാ അവരുടെ കുടുംബജീവിതം തകരും. അപ്പോൾ ഷാരി കളിയാക്കുകയാണ്, എങ്കിൽ പിന്നെ നാളെ തന്നെ പോയി ഒരു കടിഞ്ഞാൺ വാങ്ങിച്ചോ. വെറുതെ മണ്ടത്തരം വിളമ്പാതെ എണീറ്റ് പോയേ. തലയിലെ കുത്തിക്കെട്ടൊക്കെ അഴിച്ചെങ്കിലും പൂർണ്ണമായിട്ട് മാറിക്കാണില്ല. അതിനു മുമ്പ് വീണ്ടും തലതല്ലി പൊട്ടിക്കണോ? അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, നീ എൻ്റെ മനസ്സ് മുറിച്ചുകൊണ്ടിരിക്കുകയല്ലേടി കുറേ നാളായിട്ട്. അപ്പോൾ ഷാരി തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ മനുഷ്യ? അതെന്താണെന്നറിയാമോ? മനസ്സുമില്ല, മനസ്സാക്ഷിയുമില്ല. നല്ല സമയത്ത് നാണം കേട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് എല്ലാം തൊലച്ചു കളഞ്ഞിട്ടിരിക്കുക. രാഹുൽ അതിനൊന്നും മറുപടി പറയാതെ തലതാഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, ഇപ്പം അവരെല്ലാം അവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയായിരിക്കും. ആൻറ്റിയുടെ വീട്ടിൽ എന്ന് വെച്ചാൽ അയലത്തുള്ളവരെല്ലാം വീടും പൂട്ടി അങ്ങോട്ടേക്ക് പോയല്ലോ. ആഘോഷിക്കട്ടെ, എല്ലാവരും ആഘോഷിക്കട്ടെ. 3 പേരും തീർത്തും പരാജിതരെ പോലെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതേസമയം കിരണിൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും പൂത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷിക്കുകയാണ്. സമയത്ത് സേനൻ പറയുന്നുണ്ട്, കല്യാണി മോള് തിരികെ വരുമ്പോൾ നമുക്ക് വലിയൊരു സ്വീകരണം കൊടുക്കണ്ടേ? അപ്പോൾ രതീഷ് പറയുന്നത്, പിന്നെ അത് കമ്പനിക്ക് അകത്ത് കൊടുക്കണോ പുറത്ത് കൊടുക്കണോ എന്നുള്ള കാര്യമാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഞങ്ങൾ കമ്പനിയിലെ എല്ലാ സ്റ്റാഫും കൂടെ ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പം കിരൺ പറയാണ്, ആദർശും നയനയും കൂടെ മൂർത്തി ജ്വല്ലറിയുടെ വകയും ഒരു സ്വീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതെന്തായാലും ഗംഭീര സ്വീകരണം ആയിരിക്കും. അപ്പോൾ ദീപ പറയുന്നുണ്ട്, മോൾക്കൊന്നും കൊടുത്തില്ലേലും വേണ്ടിയില്ല. ഇതൊക്കെ തന്നെ അധിക എൻ്റെ മോളും ഞാനും വിചാരിച്ചതല്ല ഇങ്ങനെയുള്ള ദിവസങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാവുമെന്ന്. മോൾക്ക് ഇപ്പോൾ കിട്ടിയ സമ്മാനത്തെക്കാളും വലിയൊരു സമ്മാനം നേരത്തെ തന്നെ കിട്ടി. അതെൻ്റെ മരുമോനാ. എൻ്റെ മോളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് കിരൺമോനാ. കിരൺമോൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണെന്ന് എവിടെ പോയാലും എൻ്റെ മോള് പറയാറുണ്ട്. ഇപ്പോഴും പറഞ്ഞു. അതുതന്നെയാ എനിക്കും പറയാനുള്ളത്. കിരണും എല്ലാവരും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുകയാണ്. അവരുടെ ഹാപ്പിനെസ് അങ്ങനെ അടിച്ചു പൊളിച്ച് തീർക്കുകയാണ് അവർ. ഫസ്റ്റ് പ്രൈസ് കല്യാണിക്കാണെന്ന് പറഞ്ഞപ്പം കാർത്തിക TV ഓഫ് ചെയ്തതാണ്. അതുകൊണ്ട് ബാക്കി അവൾ പ്രൈസ് വാങ്ങിക്കുന്നതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഫോണിലിരുന്ന് കാണുകയാണ് കാർത്തിക. കല്യാണി മൊമെൻറ്റോ വാങ്ങിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ആ സമയത്ത് ഒട്ടും സന്തോഷമില്ലാത്തൊരവസ്ഥയിൽ പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്ന കണ്ടതും കാർത്തിക വേഗം ഫോൺ ഓഫ് ചെയ്യാണ്. കാർത്തികക്ക് അരികിൽ വന്നതും അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ? അത് പിന്നെ നാളത്തെ പത്രം വേണ്ടാന്ന് പറഞ്ഞാലോ? എന്തായാലും നാളത്തെ ഫ്രണ്ട് പേജിൽ തന്നെ അവളെക്കുറിച്ചുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ കാണും. അതിന് പത്രക്കാരുടെ നമ്പർ മോളുടെ കയ്യിലുണ്ടോ? പ്രകാശൻ ചോദിക്കുകയാണ്. എൻ്റെ കയ്യിലില്ല. അപ്പോഴേക്കും വിക്രം വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കൊണ്ടിടട്ടെ ചേച്ചി. അമ്മുമ്മ രാവിലെ മുൻവശം തൂക്കുന്ന സമയത്ത് കരിയിലകളുടെ കൂടെ കൂട്ടിയിട്ട് കത്തിച്ചോട്ടെ.
ആ സമയത്ത് ദേഷ്യത്തോടു കൂടിയാണ് വിക്രത്തെ കാർത്തിക നോക്കുന്നത്. അവൾ ചിന്തിക്കുന്നുണ്ട്, ഇനി എത്ര കത്തിച്ചാലും അഗ്നിയിൽ അവൾ കൂടുതൽ കൂടുതൽ പരിശുദ്ധയായി ഉയർന്നു വരികത്തേയുള്ളൂ, ഉയർന്നുയർന്നു വരികയേ ഉള്ളൂ. ആ സമയത്ത് പ്രകാശം പറയാണ്, കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു മോളുടെ കൂടെ കൂടിയിട്ട്. പക്ഷേ ഇന്ന് ശരിക്കും ഒരു മരണ ദിവസമായിരുന്നു. അച്ഛൻ അഭിനയം തുടങ്ങിയത് മനസ്സിലായപ്പം വിക്രം തുടങ്ങുന്നുണ്ട്. അതേ ചേച്ചി, അവളെ ലാളിക്കാവുന്നതിൽ ഏറ്റവും കൂടുതൽ അമ്മയും അച്ഛനും ഒക്കെ അമ്മൂമ്മയും അച്ഛനും ഒക്കെ ലാളിച്ചു വളർത്തി. ഇനി അങ്ങനെ അവൾ വളർന്നു പടർന്നു പന്തലിക്കേണ്ട, അത്രയ്ക്ക് നന്ദി കെട്ടവളാ. അപ്പോൾ പ്രകാശനും പറയുന്നുണ്ട്, നന്ദി കേടിന് കയ്യും കാലും വെച്ചവള്. ആ സമയത്ത് കാർത്തിക തുടങ്ങുകയാണ്, എൻ്റെ അച്ഛൻ എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ പോയായിരുന്നല്ലോ. അച്ഛനൊരമ്മയുണ്ടായിരുന്നു. അയ്യോ, അവർക്ക് പെൺമക്കളെന്ന് വെച്ചാൽ ചതുർത്ഥിയായിരുന്നു. അത് കേട്ടതും പ്രകാശൻ എവിടെയൊക്കെയോ കൊളുത്തി വലിക്കുകയാണ്. പ്രകാശനും വിക്രവും ഒന്ന് ഇടങ്ങണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. കാരണം അവരുടെ സ്വഭാവം അത് തന്നെയാണല്ലോ. ആ സമയത്ത് കാർത്തിക പറയാണ്, പലപ്പോഴും അച്ഛനെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അമ്മയുടെ വയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെങ്കിൽ അതിനെ വയറ്റിൽ വെച്ച് തന്നെ കൊന്നു കളയണമെന്ന്. ആ സമയത്ത് പ്രകാശന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. പിന്നെ പതറിക്കൊണ്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവരും ഇന്നത്തെ കാലത്തുണ്ടല്ലേ മോനെ. വിക്രവും അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ട് അഭിനയിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രകാശം പറയാണ്, ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പെൺകുഞ്ഞെങ്കിൽ പെൺകുഞ്ഞ് ജനിക്കണേന്ന് പ്രാർത്ഥിച്ച് നടക്കുമായിരുന്നു. ആ സമയത്ത് കാർത്തിക അവർക്ക് നേരെ പുഞ്ചിരിക്കുകയാണെങ്കിൽ അവൾക്ക് നല്ല പരിഹാസമാണ് തോന്നുന്നത്. വിക്രവും പറയുന്നുണ്ട്, അതേ ചേച്ചി, അങ്ങനെയാണെങ്കിലും ആ പ്രാർത്ഥന ഫലിച്ചില്ലേ ചേച്ചി. ആദ്യത്തേത് രണ്ടും പെണ്ണായിരുന്നു, മൂന്നാമത്തേതും പെണ്ണാവണേന്ന് പറഞ്ഞിട്ടാണ് കാത്തിരുന്നത്. പക്ഷേ ജനിച്ചപ്പോൾ അത് ഞാനാ. അപ്പോൾ പ്രകാശം പറയാണ്, അത് വലിയൊരു സന്തോഷമായിരുന്നു മോളെ, ദൈവം തന്നൊരു സമ്മാനം. ഇവനും കൂടി ഇല്ലായിരുന്നെങ്കിലേ ഞങ്ങളുടെ ജീവിതം തകർന്ന് തരിശായിപ്പോയേനെ. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞ അറിവേ ഉള്ളൂ മുത്തശ്ശിയെ പറ്റി, ഒരു ക്രൂരയായ സ്ത്രീയായിരുന്നു. അപ്പം പ്രകാശം പറയാണ്, അതുപോലെ മനസ്സുള്ളവരെയൊക്കെ കത്തിക്കണം മോളെ. അതെ എന്ന് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശം പറയാണ്, പെൺമക്കളെ ഇഷ്ടപ്പെടാതിരിക്കാൻ അവരൊരു ജന്മമല്ലേ, ഒരു ജീവനല്ലേ. അല്ല, അവരെങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ? ഒരമ്മയുടെ വയറ്റിലല്ലേ എല്ലാവരും ജനിക്കുന്നത്. എന്നിട്ടും അവർക്ക് ആ ബോധമില്ലെന്ന് പറഞ്ഞാൽ അവരൊരു സ്ത്രീ ആയിരിക്കത്തില്ല. അവരെ ഒന്നും ഒരമ്മൂമ്മയായിട്ടൊന്നും കരുതാൻ പാടില്ല മോളെ. മരിച്ചെന്ന് സങ്കല്പിച്ച് ജീവിക്കണം. കാർത്തിക അയാളുടെ അഭിനയം നോക്കി നിൽക്കുകയാണ്. അയാൾ പറയുന്നത് അയാളെയും അയാളുടെ അമ്മയെയും കുറിച്ച് തന്നെയാണെന്ന് കാർത്തികയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇതൊന്നും മനസ്സിലാവാതെ വിക്രം ചോദിക്കുന്നുണ്ട്, എന്നിട്ടിപ്പോൾ അവരിപ്പോൾ ജീവനോടെ ഉണ്ടോ ചേച്ചി? ആ ഉണ്ട്, ഇപ്പോഴവരെ ഞങ്ങളുടെ സഹായത്തിലാണ് ജീവിക്കുന്നത്. കാർത്തിക ചെറുതായിട്ടൊന്ന് അമ്പ് കൊടുക്കുകയാണ്. ഒന്നും പുറത്തേക്ക് അറിയരുതെന്ന് വിചാരിച്ചിട്ട് പ്രകാശം പറയുന്നുണ്ട്, അങ്ങനെയേ വരൂ. മനുഷ്യത്വം ഇല്ലാതെ ജീവിച്ചാലുണ്ടല്ലോ അങ്ങനെയൊക്കെ തന്നെ വരൂ. നമ്മുടെ മുന്നിൽ കിടന്നിട്ട് തന്നെ നരകിക്കും. അപ്പം കാർത്തിക പറയുന്നുണ്ട്, ഇതുവരെ നരകിച്ചിട്ടില്ല, നാളെ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴും പ്രകാശം പറയുന്നുണ്ട്, ഉണ്ടാവും മോളെ. മോളെയും മോളെ അമ്മയെയും അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തിരിക്കും. ആ കിട്ടണേന്ന പ്രാർത്ഥന. എങ്കിലും സ്വന്തം അമ്മൂമ്മയായി പോയില്ലേ, കാർത്തിക പറയാണ്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അവരെ സംരക്ഷിക്കുക. അത് കേട്ടത് സന്തോഷത്തോടെ പ്രകാശം പറയുന്നുണ്ട്, മോളുടെ എന്ത് നന്മയുള്ള മനസ്സാ മോളെ. ഇതിൻ്റെ ഒരു അംശം നന്മ എൻ്റെ പെൺമക്കൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും ഇന്ന് കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചേനെ. വിക്രം അച്ഛനെ തന്നെ നോക്കുകയാണ്. ഓ എന്തൊരു അഭിനയം. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, അതെ ചേച്ചി, അതെ. എന്ത് ചെയ്യാനാ വിക്രം, അങ്ങനെയുള്ള അമ്മൂമ്മമാരൊക്കെ ഉണ്ട്. പെൺമക്കളെ വെറുക്കുന്ന അച്ഛന്മാരും പെൺമക്കൾ ജനിക്കരുതേന്ന് പ്രാർത്ഥിക്കുന്ന അമ്മൂമ്മമാരും. അതൊക്കെ പ്രകാശന് നന്നായിട്ട് കൊള്ളുന്ന കാര്യങ്ങളാണ്. പ്രകാശനെ ഇടങ്ങണ്ണിട്ടിട്ടാണ് കാർത്തിക പറയുന്നത് കേൾക്കുന്നത്. അപ്പം കാർത്തിക പറയുന്നുണ്ട്, അവരെയൊക്കെ തെരണ്ടി വാലുകൊണ്ട് കെട്ടിയിട്ട് അടിക്കുവാണ് വേണ്ടത്. പ്രകാശന് ആ അടി അയാൾക്ക് കൊണ്ടൊരു ഫീലാണ് തോന്നുന്നത്. എന്നിട്ടും അയാൾ പറയുന്നുണ്ട്, വളരെ 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 ശരിയാണ് മോളെ ഈ പറയുന്നത്. ഈ മീനൊക്കെ ഉണ്ടല്ലോ, മീൻ വരയുന്ന കത്തി കൊണ്ട് അവരെ ഇങ്ങനെ വലിച്ചു കീറണം. ആ സമയം കാർത്തിക വിചാരിക്കുകയാണ്, അങ്ങനെ തനിക്കും തൻ്റെ അമ്മയ്ക്കും മോനും ഒക്കെ തരേണ്ട ശിക്ഷ താൻ തന്നെ പറയടോ. തനിക്ക് തരാനുള്ള ശിക്ഷ തന്നെയാണ് താൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് മനസ്സിലാവാതെയാണ് പ്രകാശൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.